ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഉച്ചയൂണിന്റെ പരിപാടികളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വളരെ സിമ്പിൾ ആയിട്ടൊരു കുഞ്ഞ് വെജിറ്റേറിയൻ ഊണാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് പ്രത്യേക ഒരു കാരണം കൂടെ ഉണ്ട്. ഇന്ന് നമുക്ക് മീൻ കിട്ടിയിട്ടില്ല. മീൻകറി ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്റെ അടുത്ത ഓപ്ഷൻ തീയൽ തന്നെയാണ്. നോർമലി ഞാൻ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ തേങ്ങ വറുത്തരച്ചാണ് തീയൽ വെക്കുന്നുണ്ടെങ്കിൽ ഇന്നൊരു വെറൈറ്റിക്ക് തേങ്ങ പച്ചക്കരച്ച് തീയൽ വെക്കാന്ന് വിചാരിച്ചു. തീയലുണ്ടെങ്കിൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും ഒക്കെ ഈ ഒരു ഒറ്റ കറി മാത്രം മതി. അങ്ങനെ ആദ്യം തന്നെ തീയലിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങ് നേരെ അങ്ങ് അടുപ്പിലോട്ടാക്കിയിട്ട് അതിന്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് പുളിശ്ശേരിയും കൂടെ കാച്ചുന്നുണ്ട് കേട്ടോ. ഇന്ന് ആകെ ഈ രണ്ട് കറികൾ മാത്രമേ ഞാൻ ഉച്ചയൂണിന് ഉണ്ടാക്കുന്നുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഉച്ചയൂണ് കഴിക്കാൻ വന്നത് വീട്ടിൽ നിന്നല്ല, നമ്മൾ പള്ളിയിൽ പോയാണ് ഫുഡ് കഴിക്കുന്നത്. പിന്നെ അങ്കമ്പാടി പോയി പീലിയം വിളിച്ചുകൊണ്ടൊന്ന് അവളെ ഒരുക്കി ഏട്ടന്റെ വീട്ടിൽ വന്ന് അമ്മയും കുഞ്ഞമ്മയും അനിയത്തി അങ്ങനെ എത്രത്തോളം പേരെ വണ്ടിക്കകത്ത് കുത്തിക്കയറ്റാൻ പറ്റും അത്രത്തോളം പേരെ കുത്തിക്കയറ്റി നമ്മൾ നേരെ പള്ളിയിലോട്ട് പോയി. ഇത് കുരിപ്പുഴ സെന്റ് ജോസഫ് പള്ളിയാണ് കേട്ടോ. അവിടുത്തെ പെരുന്നാളുമായിട്ടനുബന്ധിച്ച് സ്നേഹവിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പൊ പിന്നെ വീട്ടിൽ ഉച്ചയൂണ് ഉണ്ടാക്കിയത് എന്തിനാണെന്നല്ലേ, ഇവിടെ ചിലരൊക്കെ ഉണ്ടല്ലോ ബ്രാക്കറ്റിൽ എന്റെ ഭർത്താവ് പുറത്തുപോയി എത്രത്തോളം വയർ നിറച്ച് ഫുഡ് കഴിച്ചിട്ട് വന്നാലും വീട്ടിൽ വന്ന ഉടനെ തന്നെ ചോദിക്കും. അതുകൊണ്ടാണ്. അപ്പോ ഓക്കെ ബൈ.